കർണാടക സർക്കാരിന് വീണ്ടും തിരിച്ചടി. പൊതുയിടങ്ങളിൽ യോഗങ്ങൾക്ക് മുൻകൂർ അനുമതി വേണമെന്ന ഉത്തരവിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നീക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. ഇതോടെ RSSന്റെ റൂട്ട് മാർച്ച് ഉൾപ്പെടെ തടയാൻ ഉന്നം വെച്ചുള്ള കർണാടക സർക്കാരിന്റെ നീക്കം പാളി. കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ സർക്കാർ പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള നടത്തിയ ഇടപെടലാണ്. അത് ആദ്യഘട്ടം തന്നെ കോടതിയിൽ സ്റ്റേ വരുന്നു, പിന്നീട് അപ്പീലുമായി പോകുമ്പോഴും അതേ സ്ഥിതിയാണല്ലേ? തീർച്ചയായിട്ടും കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ചാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ അപ്പീൽ പരിഗണിച്ചത്. നേരത്തെ ധാർവാഡ് ബെഞ്ചിലെ തന്നെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയിരുന്നു, അല്ലെങ്കിൽ സ്റ്റേ നൽകിയിരുന്നു. നിലവിലേതായാലും അതിനെതിരെയാണ്, ആ സ്റ്റേക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ പോയത്. ഏതായാലും ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി കേൾക്കാൻ തയ്യാറായില്ല, ഇതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് അറിയിക്കുന്നു. അപ്പീൽ സ്റ്റേ ചെയ്യണമെന്ന അപ്പീൽ അവർ പരിഗണിച്ചില്ല. ആവശ്യം വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെ തിരിച്ച് പോകണം, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. RSSന്റെ ഉൾപ്പെടെ റൂട്ട് മാർച്ചുകൾ പലയിടത്തായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പൊതുവിടങ്ങളിലുള്ള ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം റാലികളുമൊക്കെ തടയണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ കോൺഗ്രസ് സർക്കാർ കടന്നത്. ഇതിനെതിരെയാണ് RSS അനുഭാവികളായിട്ടുള്ള ആളുകളൊക്കെ ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തത്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സർക്കാർ മേൽക്കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നാണ് ഇനി കാണേണ്ടത്.